ഹലോ ഓൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ സെൻസേഷൻസ് എന്ന് പറഞ്ഞ എന്താ? ഇന്ദ്രിയ അനുഭവങ്ങൾ അല്ലെ? നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സെൻസ് ഓർഗൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഐ, നോസ്, ഇയർ, ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ സ്കിൻ, അത് ടാക്ടൈൽ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് സ്കിന്നിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എന്താ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് അല്ലെ? ഐ, ഇയർ, അതുപോലെ സ്കിന്ന്, പിന്നെന്താ നോസ്, പിന്നെ ടങ് അല്ലെ? ഇതൊക്കെയാണ് സെൻസ് ഓർഗൻ. അപ്പോൾ ഇന്ദ്രിയ അനുഭവങ്ങളെ പറ്റിയും അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത്, അതായത് ഈ ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതായത് ന്യൂറോൺ, അത് നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇതിനെല്ലാം പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. അപ്പൊ ഈ സെൻസേഷൻസ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്, ആ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നതിലൂടെയാണ് നമുക്ക് പ്രതികരണം ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ അതാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും അതിനെപ്പറ്റിയും അതിന്റെ നെർവ് സിസ്റ്റം, അതിലുള്ള പങ്ക് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒരു കുട്ടി മാങ്ങ കഴിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മാമ്പഴം അല്ലെ? മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, പച്ചയാണെങ്കിലാണ് മാങ്ങ എന്ന് പറയുന്നത്. നമ്മൾ മാമ്പഴം എന്നാണ് അല്ലെ? ഫ്രൂട്ട് ആണത്. അപ്പൊ മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി. വേറൊരു കുട്ടി ആവട്ടെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ എറിയുന്നതാണ് കാണുന്നത്. പിന്നീട് ഒരു കുട്ടി, രണ്ട് കുട്ടികൾ കൂടിയിട്ട് ഒരു ടിന്നിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് തത്തകളൊക്കെ പെട്ടെന്ന് പറന്നു പോകുന്നു. വേറൊരു കുട്ടിയോ ഒച്ചിൽ തൊട്ടു നോക്കുമ്പോൾ ഒച്ച എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് ശരീരം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക്, ഷെല്ലിന്റെ ഉള്ളിലേക്ക് വലിയുന്നു. ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ കുട്ടി മാമ്പഴം രുചിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രുചി എന്ന് പറയുന്ന ഒരു അനുഭവം ആ കുട്ടിയിൽ ഉണ്ടായത് എങ്ങനെയാണ്? അതെ, ആ കുട്ടിക്ക് സ്വാദ് അറിഞ്ഞു അല്ലെ? ആ സ്വാദ് എങ്ങനെയാണ് അറിഞ്ഞത്? ടങ്ക് കൊണ്ട് അല്ലെ? നാവ് കൊണ്ടാണ്. നാവിലെ രസമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ് ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. നല്ല മധുരമുള്ള മാമ്പഴം, അത് ആ കുട്ടി ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടായി. ഒരു ഇന്ദ്രിയ അനുഭവം ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ കുട്ടി ആ മാമ്പഴം രുചിച്ചപ്പോ ആ ഒരു രുചി അറിഞ്ഞപ്പോ എന്താണ് അവിടെ ഒരു പ്രതികരണം ആ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസമാണ്. ആ കുട്ടി ആസ്വദിച്ചിരുന്നത് കഴിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ അവിടെ ഒരു കുട്ടി വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് എറിയുന്ന സമയത്ത് ആ കുട്ടിക്ക് വളരെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു അല്ലെ? അത് സ്കിന്നിലേക്കാണല്ലോ എറിയുന്നത്. സ്കിൻ എന്ന് പറയുന്നതും ഒരു സെൻസ് ഓർഗൻ ആണ്. പിന്നെ വേറൊരു കുട്ടി ഒച്ചിന് ഇങ്ങനെ തൊടുന്ന സമയത്ത് അല്ലെ, ആ ഒച്ചിന് മനസ്സിലാവുന്നു സ്കിന്നിലാണ് തൊട്ടത് എന്ന്. അപ്പൊ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് ചെയ്യുന്നു? അത് നേരെ ഷെല്ലിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു. അതുപോലെ ടിന്നിലേക്ക് നന്നായി അടിക്കുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട്, ആ ശബ്ദം എന്നത് കേൾക്കുമ്പോ ആ തത്തകൾ കേൾക്കുമ്പോ ആ തത്തകളെല്ലാം കൂടി എന്താ ചെയ്യുന്നത്? അത് പറന്നു പോവാണ്. എന്തൊരു അപകടമാണ് എന്ന് പേടിച്ചിട്ട് പറന്നു പോവാണ്. അപ്പൊ ഇതിലെല്ലാത്തിലും, ഈ എല്ലാ സിറ്റുവേഷനിലും എല്ലാത്തിലും സെൻസ് ഓർഗൻസ് ആണ്, നമുക്ക് സെൻസ് ഓർഗൻസ് ആണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം തരുന്നത്. എന്തൊക്കെയാണ് സെൻസ് ഓർഗൻ? ഐ, ഇയർ, സ്കിൻ, നോസ്, ടങ് അല്ലെ? അങ്ങനെ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണ് ഉള്ളത്. ഇനി ഇവിടെ ഞാൻ സ്റ്റിമുലൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ നമ്മൾ അതിന് ഉദ്ദീപനം എന്ന് പറയും. ഉദ്ദീപനങ്ങൾ എന്ന് പറയും. എന്താണ് സ്റ്റിമുലൈ? ഒരു വ്യക്തിയില് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു വ്യക്തി എന്നല്ല, ലിവിങ് ഓർഗാനിസത്തിൽ എല്ലാത്തിലും ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നത് എന്തോ അതാണ്
സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു പാത്രം അല്ലെങ്കിൽ ഒരു പാൻ നിങ്ങൾ ഗ്യാസിൽ വെക്കുകയാണ്. കുറച്ചു നേരം പാൻ അങ്ങനെ വെച്ചു. നിങ്ങൾ ഓർമ്മയില്ലാതെ പെട്ടെന്ന് പോയിട്ട് ആ പാനിന്റെ ഹാൻഡിലിൽ പിടിച്ചു. എന്ത് സംഭവിക്കും? പൊള്ളും അല്ലെ? കൈ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉടനെ തന്നെ എടുക്കുന്നു. അല്ലാതെ കുറേ നേരം ഹാൻഡിലിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്തത്? അല്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? നിങ്ങൾ കൈ വലിച്ചു. കൈ മാറ്റി. അയ്യോ ചുട്ടു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ചൂട് വന്നു കയ്യിലേക്ക് എന്ന് മനസ്സിലായി. അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടായില്ലേ? അതിന് കാരണം എന്താണ്? സ്കിൻ എന്ന് പറയുന്ന സെൻസ് ഓർഗനിൽ ആണ് ആ ചൂട് എത്തിയത് അല്ലെ? ആ സെൻസ് ഓർഗനിൽ ആ ചൂട് എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. അതിന് കാരണമായത് എന്താണ്? ആ ചൂടാണല്ലോ. ആ ചൂട് കൊണ്ടല്ലേ അവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ എടുത്തത്. അതിന് സഹായകമായത് സെൻസ് ഓർഗൻ ആണ്. സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്ന് ഉള്ളത് കൊണ്ട് ആ സ്കിന്നിൽ അവിടെ നിന്ന് എന്തൊക്കെയോ സംഭവം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്നും എന്തോ ഒരു മെസ്സേജോ എന്തൊക്കെയോ ബ്രെയിനിലേക്ക് എത്തി. അതുകൊണ്ടാണ് ബ്രെയിനിന് മനസ്സിലായി അത് ചൂടാണ്, കൈ മാറ്റണം എന്ന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ മാറ്റി. അപ്പൊ അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണമായത് എന്തോ അതാണ് ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചൂടെന്ന് പറയുന്ന സ്റ്റിമുലൈ കാരണമാണ് ആ വ്യക്തി എന്ത് ചെയ്തത്? പെട്ടെന്ന് തന്നെ കൈ എടുത്ത് മാറ്റി അങ്ങനെ ഒരു റെസ്പോൺസ് അവിടെ തന്നത്. അപ്പൊ ഈ സെൻസ് ഓർഗൻസ് ആണ് ഇതിന് മെയിൻ ആയിട്ട് ഒരു റോള് വഹിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ സെൻസ് ഓർഗൻസിലെല്ലാം എന്തുണ്ട്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്. ഓക്കെ, സെൻസ് ഓർഗൻസില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട് ഈ സ്റ്റിമുലൈനെ അല്ലെങ്കിൽ ഉദ്ദീപനത്തെ എന്ത് ചെയ്യാനായിട്ട്? റിസീവ് ചെയ്യാനായിട്ട്, വഹിക്കാനായിട്ട് ഈ സെൻസ് ഓർഗൻസിലെ ഓരോ ഭാഗങ്ങളിലും എന്തുണ്ട്? ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രാഹികൾ എന്നാണ് മലയാളത്തിൽ പറയാ, സെൻസ് ഓർഗൻസ് ഉണ്ട്. അത് സ്റ്റിമുലൈനെ റിസീവ് ചെയ്ത് എന്തുണ്ടാക്കുന്നു? അത് ഇമ്പൾസസ് എന്ന് പറയുന്ന ആവേഗങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇമ്പൾസ്, നമുക്ക് അതിന് മെസ്സേജുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ചൂട് എന്ന് പറയുന്ന ഇവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ടായി. ആ സ്റ്റിമുലൈനെ ഈ സെൻസ് ഓർഗൻ അതായത് സ്കിന്നിലുള്ള ഗ്രാഹികൾ സ്വീകരിക്കുകയും അവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു മെസ്സേജ് ഉണ്ടാവുന്നു. ആ മെസ്സേജ്, ഈ റിസപ്റ്ററിൽ നിന്ന് ഉണ്ടായ മെസ്സേജ് എവിടേക്ക് എത്തുന്നു? മെസ്സേജ് എന്ന് പറയുന്ന ഇമ്പൾസ് നേരെ ബ്രെയിനിലേക്ക് എത്തുകയും ബ്രെയിനിൽ നിന്ന് ഒരു ആക്ഷൻ വരികയാണ്. ബ്രെയിനിൽ നിന്നും തിരിച്ച് മെസ്സേജ് പോകുന്നു, കൈ എടുക്കണം, ചൂടാണ് ഹാൻഡിൽ, കൂടുതൽ നേരം വെച്ചാൽ പൊള്ളും, കൈ പെട്ടെന്ന് തന്നെ മാറ്റണം എന്ന മെസ്സേജ് വരികയും അതിനനുസരിച്ച് നമ്മൾ റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോ സെൻസ് ഓർഗനിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലായിട്ടുള്ള റിസപ്റ്റേഴ്സ്, ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റിമുലൈനെ റിസീവ് ചെയ്ത് ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാക്കുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് നേരെ ബ്രെയിനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്രെയിനിലേക്ക് എത്തി അല്ലെ? അപ്പൊ ഈ അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസ് അല്ലെ, സ്റ്റിമുലൈ സ്വീകരിച്ചു സെൻസ് ഓർഗൻ, ഈ ഇമ്പൾസ് ഉണ്ടാവുന്നു. ഈ ഇമ്പൾസ് എങ്ങനെയാണ് പോകുന്നത് ബ്രെയിനിലേക്ക്? അതെ, നെർവ്സിലൂടെയാണ് അല്ലെ? നമുക്ക് സംശയമില്ലാതെ പറയാം, നെർവ്സിലൂടെയാണ് പോകുന്നത് ഈ ഇമ്പൾസ്. അപ്പൊ ഈ നെർവ്സ്, ബ്രെയിന്, ഇതെല്ലാം ഉള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കറിയാം എന്താണെന്ന് അല്ലെ? നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ അതിനെ നാഡീ വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഈ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ആക്ഷൻസിനെ, ഇപ്പൊ ഇവിടെ ഉണ്ടായ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഈ ആക്ഷനെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, നിയന്ത്രിക്കാനും അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യാനും അല്ലെ, ഏകോപിപ്പിക്കാനും, നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും എന്ന് പറയും മലയാളത്തില്. അപ്പൊ നെർവ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ആക്ഷൻ. ഇപ്പൊ ഇവിടെ കണ്ട പോലെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് പോലുള്ള ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം എന്താണ്? ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം അല്ലെ, ഒരു ചൂട് എന്ന് പറയുന്നത് ഉണ്ടാകുകയും അത് സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സ് സ്വീകരിക്കുകയും അതൊരു ഇമ്പൾസ് ആയി മാറുകയും ചെയ്തു. ആ ഇമ്പൾസ് ആണ് ഞരമ്പിലൂടെയാണ് അല്ലെ, നെർവ്സിലൂടെ അത് എന്ത് ചെയ്യുന്നു? നെർവ്സിലൂടെ
അത് ഇമ്പൾസ് എവിടേക്ക് എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പൊ ബ്രെയിനിൽ നിന്നും ആ മെസ്സേജ് നേരെ തിരികെ എവിടേക്ക് എത്തുന്നു? ആ കൈയിലേക്ക് എത്തുകയും കൈ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തിരിച്ചു വലിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. എന്തിനാണ് ഇപ്പൊ ഈ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ആക്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യാനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ. ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ന്യൂറോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡീകോശം. ന്യൂറോൺ എന്ന് പറയാം, അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് എന്ത്? നെർവ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതിൽ എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോ ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും സെല്ലാണെന്ന്, അല്ലെ? ഈ സെല്ലിന്ന് ടിഷ്യൂ, പിന്നെ ടിഷ്യൂ ഓർഗൻ, പിന്നെ ഓർഗൻ സിസ്റ്റം, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. പിന്നെയാണ് ഓർഗാനിസം ഉണ്ടാവുന്നത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ, ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നെർവ് സെല്ലാണ് ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. കുറെ നെർവ് സെൽസ് ചേർന്നിട്ടാണ് ഒരു നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ന്യൂറോൺ എന്ന് പറയുന്നതിന്റെ ഭാഗങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതിൽ പല ഭാഗങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് സെൽ ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സെൽ ബോഡി, ഇതാണ് എന്ത്? സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗം. അതിൽ എന്തുണ്ട്? അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെ? അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ അതിൽ സൈറ്റോപ്ലാസവും ഉണ്ട്. അപ്പൊ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ് അടങ്ങുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ സെൽ ബോഡി എന്ന് പറയുക. ഓക്കെ, അതാണ് എന്ത്? സെൽ ബോഡി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഒരു നീളമായിട്ടൊരു സംഭവം കാണാൻ പറ്റും. നീളത്തില് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ആക്സോൺ. ആക്സോൺ എന്ന് പറയുന്നതാണ് ഒരു നീളത്തിലുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ നീളത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൽ ബോഡി കഴിഞ്ഞതും അതിന്റെ ടിപ്പ് പോലെ അവിടെ കാണാൻ പറ്റുന്ന സംഭവം, അതിന്റെ പേരാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതായത് ഡെൻഡ്രോൺ എന്നാണ് അതിന് പറയുക. ഡെൻഡ്രോൺ, DENDRON, ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഇനി ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നതാണ് എന്ത്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ എന്ന് നമുക്ക് പറയാം. അതാണ് ഡെൻഡ്രൈറ്റ്. ഇതിൽ ഓൾറെഡി ഇവിടെ അടയാളപ്പെടുത്തിയത് കാണാം. ഒരു ഡെൻഡ്രോണിന്റെ, അതായത് ഒരു വലിയ ശാഖയുടെ ചെറിയ ചെറിയ ശാഖകളായിട്ട് തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ബ്രാഞ്ചിന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകളായി മാറിയിരിക്കുന്നു. ആ ബ്രാഞ്ചിനെ നമ്മൾ പറയുന്നത് ഡെൻഡ്രോൺ എന്നും അതിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്നുമാണ്. ഓക്കെ, ഇപ്പൊ ഇതില് സെൽ ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ സെൽ ബോഡിന്ന് ഇവിടെ വരുന്ന ഇതാണ് എന്ത്? ഇതാണ് ഡെൻഡ്രൈറ്റ്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഇതാണ്. ഓക്കെ, ഇതാ പച്ചയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതാണ് ഡെൻഡ്രോൺ. ഓക്കെ, ഡെൻഡ്രോൺ. ഇതിൽ നിന്നും വീണ്ടും വരുന്ന ഇങ്ങനെയുള്ള ബ്രാഞ്ച് വരുന്നില്ലേ? ഈ ബ്രാഞ്ച് വരുന്നുണ്ടല്ലോ, വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചുകളായി പോകുന്നില്ലേ? ആ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ്. ഓക്കെ, അപ്പൊ ഒരു സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, പിന്നെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു നീളത്തിലൊരു ട്യൂബുലർ ആയിട്ട് കാണുന്നതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോൺ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ആക്സോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിന്റെ ബ്രാഞ്ചുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആക്സോണൈറ്റ് ആണ്. ആക്സോണിന്റെ ബ്രാഞ്ച് ആയിട്ട് എന്തുണ്ട്? ആക്സോണൈറ്റ് ഉണ്ട്. ആക്സോണിന്റെ ബ്രാഞ്ച് ആയിട്ട് ആക്സോണൈറ്റ് ഉണ്ട്. ആക്സോണൈറ്റിന്റെ ഏറ്റവും ടിപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നോബുകൾ പോലെ. അതിന് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്നാണ് പറയാ. അപ്പൊ ആക്സോണൈറ്റിന്റെ ഏറ്റവും അറ്റത്ത് നോബ് പോലെ സിനാപ്റ്റിക് നോബ് ഉണ്ട്.
പിന്നെ നമുക്ക് അതിൽ വേറൊരു സാധനം കാണാൻ പറ്റും. അതിനെ നമ്മൾ മൈലിൻ ഷീത്ത് എന്നാണ് പറയുന്നത്. മൈലിൻ ഷീത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ മൈലിൻ ഷീത്ത് എന്നാണ് പറയുക. ഇതൊരു വൈറ്റ് കളറാണ് മൈലിൻ ഷീത്ത്. അതിന്റെ ഇടയിൽ മൈലിൻ ഷീത്തുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ പറയുന്ന പേര് നോഡ് ഓഫ് റൺവെയർ എന്നാണ്. അത് പക്ഷെ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല അത് പഠിക്കാനായിട്ട്. ഈ ഒരു പിക്ചറിൽ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ നോഡ് ഓഫ് റൺവെയർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത്രയുമാണ് എന്ത് ഒരു ന്യൂറോണിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒരു സെൽ ബോഡി ഉണ്ട്. ആ സെൽ ബോഡിയിൽ നിന്നും എന്താണ് ആക്സോൺ, ആക്സോണിൽ നിന്നും ആക്സോണൈറ്റ്, ആക്സോണൈറ്റിന്റെ എൻഡിലായിട്ടാണ് നമുക്ക് സിനാപ്റ്റിക് നോബുകൾ കാണാൻ പറ്റുക, അല്ലെ? സിനാപ്റ്റിക് നോബുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഡെൻഡ്രോണ്, അതിന്റെ അറ്റത്ത് അതിന്റെ ബ്രാഞ്ച് ആയിട്ട് ഡെൻഡ്രൈറ്റും കാണാൻ പറ്റുന്നുണ്ട്. ആക്സോണിനെ ചുറ്റി മൈലിൻ ഷീത്തുകൾ ഉണ്ട്. രണ്ട് മൈലിൻ ഷീത്തിന്റെ ഇടയിലുള്ള ഭാഗം അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണിന്റെ ആ ഭാഗത്തെയാണ് നോഡ് ഓഫ് റൺവെയർ എന്ന് പറയുക. ഇത്രയും ഭാഗമാണ് ഇതിൽ കാണാൻ പറ്റിയത്, അല്ലെ? ഇനി നമുക്ക് നോക്കാം. ഒരു ഇമ്പൾസ് വന്നു. ഓക്കെ, ഒരു ഇമ്പൾസ് വരികയാണ്. അപ്പൊ ഇതാണ് ഒരു ഇമ്പൾസ് എന്ന് വിചാരിക്കുക. അത് നേരെ വരുന്നത് എവിടേക്കാണ്? അത് ഡെൻഡ്രൈറ്റിലൂടെയാണ് കയറുന്നത്. അപ്പോൾ ഡെൻഡ്രൈറ്റിലൂടെ ആ ഒരു ആവേഗം അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് കയറി ഡെൻഡ്രോണിൽ വരുന്നു. അത് നേരെ സെൽ ബോഡിയിലേക്ക് വരുന്നു. സെൽ ബോഡിയിൽ നിന്നും ആക്സോണിലേക്ക് വരുന്നു. ആക്സോണിൽ നിന്നും ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലേക്ക് വരെ എത്തുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമ്പൾസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇമ്പൾസ് ഇങ്ങനെയാണ് ക്യാരി ചെയ്ത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന അതില് എന്താ സംഭവിക്കുന്നത്? സിനാപ്റ്റിക് നോബില് കുറേ അധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതാണ് ഞാൻ ഈ ഒരു നോബില്ലേ, ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു നോബ്, ഇതിനാണ് ഞാൻ ഇവിടെ എടുത്ത് വരച്ചിരിക്കുന്നത്. സിനാപ്റ്റിക് നോബില് കുറേ അധികം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഇമ്പൾസ് എത്തുമ്പോൾ ഈ സിനാപ്റ്റിക് നോബ് പുറത്തേക്ക് കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നു. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ തൊട്ടടുത്തുള്ള നെർവ് സെല്ലിലേക്ക് ആ ഒരു ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി ആ ഒരു ഇമ്പൾസ് വേറെയൊരു ന്യൂറോണിന്റെ അല്ലെങ്കിൽ നെർവ് സെല്ലിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇമ്പൾസ് എന്ന് പറയുന്നത് ക്യാരി ചെയ്യുന്നത്. ഇനി ഈ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഇതൊരു ആക്സോൺ ആണ്. ഈ ആക്സോണിന്റെ മേലെയായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് ഷ്വാൻ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്. ഓക്കെ, അതിന്റെ സെല്ലിന് ന്യൂക്ലിയസ് ആണ് ഇതെന്ന് വിചാരിക്കാം. ഷ്വാൻ സെൽ എന്ന് പറയുന്ന ഒരു സെല്ലുണ്ട്, അതിന് ന്യൂക്ലിയസ് ആണ് ഇതെന്ന് വിചാരിക്കുക. ആ ഒരു സെല്ല് ഇങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ടാണ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഷ്വാൻ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞതായിട്ട് മാറുന്നത്. ഈ ഷ്വാൻ സെൽ ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു കവർ ഇങ്ങനെ എൻസർക്കിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കവറിങ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈലിൻ ഷീത്തിനെ വിശദമായിട്ട് എന്താന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ന്യൂറോണിന്റെ ഭാഗം, അല്ലെ? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിന്റെ ഭാഗമാണ്. അടുത്തുള്ള ന്യൂറോണിൽ നിന്നും ഇമ്പൾസിനെ വഹിക്കുന്നു. പിന്നെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞല്ലോ. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? സെൽ ബോഡിയിലെ ചെറിയ ഫിലമെന്റ് ആണ്. അത് ഡെൻഡ്രൈറ്റിൽ നിന്നും ക്യാരി ചെയ്യുന്നു ഇമ്പൾസിനെ. ഷ്വാൻ സെൽ ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആക്സോൺ, അല്ലെ, ലോങ്സ്റ്റ് ഫിലമെന്റ് ആണ്. ഒരു ട്യൂബ് പോലെ ഇങ്ങനെ കാണപ്പെടുന്ന ലോങ്സ്റ്റ് ഫിലമെന്റ് ആണ്. ഇമ്പൾസിനെ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ആക്സോണേറ്റ്,
ആക്സോണേറ്റ് എന്ന് പറയുന്നത് ആക്സോണിന്റെ ബ്രാഞ്ച് ആണ്. ഇമ്പൾസിന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണേറ്റിന്റെ ടിപ്പിലാണ് ഉള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ചിത്രം വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. ഇനി മൈലിൻ ഷീത്ത്, എന്താണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നോക്കാം. Axon of most of the neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. അപ്പൊ ന്യൂറോൺ അല്ലെ, ന്യൂറോണിന്റെ എല്ലാ ആക്സോണും റിപ്പീറ്റ് ആയിട്ട് മൈലിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ലിപ്പിഡ് കൊണ്ടുള്ള മെംബ്രെയിൻ ആണ് മൈലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എൻസർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷ്വാൻ സെല്ലിന്റെ ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാം. അതിനുള്ളിൽ മൈലിൻ ഷീത്തിനുള്ളിൽ ഈ ഷ്വാൻ സെല്ലാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ആയിട്ട് ഈ ലിപ്പിഡ് ലെയർ ഇങ്ങനെ ചുറ്റി ആക്സോണിന് ചുറ്റും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിങ്ങനെ കവർ ചെയ്തിട്ടാണ് ആ ഒരു മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു നെർവ് എടുക്കുകയാണെങ്കിൽ, ഒരു നെർവ് എന്ന് പറയുന്നത് എന്താണ്? നെർവ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. നെർവ് എന്ന് പറയുന്നത് ആക്സോണിന്റെ ഒരു കൂട്ടമാണ്. ഈ ആക്സോണുകൾ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഇതിൽ സെൽ ബോഡി ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്ത്, ഒരു നെർവ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആക്സോണുകളാണ് എന്നാണ് പറയുന്നത്. ഒരു നെർവ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ഓക്കെ, ഇനി നെർവ്സിലെ മൈലിൻ ഷീത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു നെർവ്സിലെ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് ഷ്വാൻ സെല്ലിൽ നിന്നാണ് മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത്. ഇനി ബ്രെയിനും സ്പൈനൽ കോഡും ആണെങ്കിൽ, ബ്രെയിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ ഒക്കെ ആണെങ്കിൽ അവിടെ മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവിടുത്തെ ന്യൂറോണിലെ മൈലിൻ ഷീത്ത് ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ ഉണ്ട്. ആ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ കൊണ്ടാണ് ബ്രെയിനില് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ബ്രെയിനില് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രെയിനില് അവിടുത്തെ ന്യൂറോൺസിന്റെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലുകൾ കൊണ്ടാണ്. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു വൈറ്റ് ഷൈനി ആയിട്ടുള്ള വൈറ്റ് കളറാണ്. നല്ലപോലെ തിളങ്ങുന്ന വെള്ള നിറമാണ് അതിനുണ്ടാവുക. അപ്പൊ ബ്രെയിനിന്റെ ഭാഗത്ത് ഈ നെർവ് സെൽ, ഇത് മൈലിൻ ഉള്ള നെർവ് സെൽ ഉണ്ടെങ്കിൽ അതിന് നല്ല വെള്ള നിറമായിരിക്കും, അവിടെ നല്ല വെള്ള കളറായിരിക്കും. പൊതുവെ ബ്രെയിനിന്റെ പുറം ഭാഗത്ത് നമുക്ക് ഗ്രേ കളറാണ് കാണാൻ പറ്റുക. അതായത് ഇവിടെ ഈ ഒരു ഭാഗവും ഇല്ലേ, ഈ ഒരു ഭാഗത്ത് ഗ്രേ കളർ ആയിരിക്കും കാണാൻ പറ്റുക. കാരണം അവിടെ നെർവ്സിന്റെ സെൽ ബോഡിയും ഒക്കെയാണ് കാണാൻ പറ്റുക. അവിടെ ഗ്രേ കളറാണ്, കാരണം അവിടെ മൈലിൻ ഷീത്ത് ഇല്ല. അതിന്റെ താഴെയുള്ള ഭാഗം, ഇവിടെ മൈലിൻ ഷീത്ത് ഉള്ള ഭാഗം, ആക്സോണിന്റെ ഭാഗം ഉള്ളിലേക്കാണ്. അവിടെ എന്തായിരിക്കും, നല്ല പോലെ മൈലിൻ ഷീത്ത് ഉള്ള ഭാഗമായിരിക്കും, അവിടെ നല്ല വൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ ബ്രെയിനില് മൈലിൻ ഷീത്ത് ഉള്ള നെർവ്സ് എവിടെയാണോ കാണുന്നത്, അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഉള്ള ഭാഗം എന്തായിരിക്കും, നല്ല വെള്ള കളറായിരിക്കും. അതിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അതുപോലെ സ്പൈനൽ കോഡിലും എവിടെയാണോ മൈലിൻ ഷീത്ത് ഉള്ളത്, മൈലിൻ ഷീത്ത് ഉള്ള ഭാഗം എന്തായിരിക്കും, മൈലിൻ ഷീത്ത് ഉള്ള ഭാഗമാണെങ്കിൽ അത് വെള്ള കളർ അല്ലെ, അതിന് വൈറ്റ് മാറ്റർ എന്ന് പറയും. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ് സെൽസ് ആണെങ്കിൽ, ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ്സ് ആണ് ഉള്ളതെങ്കിലും എന്തായിരിക്കും, അതിന് നമ്മൾ ഗ്രേ കളർ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. സോ ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ് വേർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസന്റ്. അപ്പൊ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് എവിടെയാണോ ഈ ബ്രെയിനിന്റെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് വൈറ്റ് മാറ്റർ എന്നും, നോൺ മൈലിനേറ്റഡ് നെർവ് സെൽ, അത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ് സെല്ലുകൾ എവിടെയാണോ ബ്രെയിനിന്റെയും അതേപോലെ സ്പൈനൽ കോഡിന്റെയും പ്രസന്റ്, ആ ഭാഗം ഗ്രേ കളർ ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഗ്രേ മാറ്റർ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈലിൻ ഷീത്ത് എന്തിനാണ്? ഈ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് എന്താണ് ഒരു ഗുണം? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്
ആക്സോൺ ഉണ്ടല്ലോ, ഈ ആക്സോണെ ആണല്ലോ ചുറ്റി കാണപ്പെടുന്നത്. അപ്പൊ ഈ ആക്സോണ് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും അതേപോലെ ഓക്സിജനും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഈ മൈലിൻ ഷീത്തിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ, പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ആക്സോൺ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ഇംപൾസസ്. അതായത് ഇംപൾസിനെ എന്ത് ചെയ്യുന്നു? ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇംപൾസുകളെ ആക്സിലറേറ്റ് ചെയ്യുന്നു. അതായത് ഒരു നെർവ്സ് നമുക്കറിയാം ഇംപൾസ് എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ്. സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ആ സ്റ്റിമുലസ് സെൻസ് ഓർഗൻസിലെ റിസപ്റ്റേഴ്സ് സ്വീകരിച്ചുണ്ടാവുന്നതാണ് ഇംപൾസുകൾ. അപ്പൊ ഇംപൾസിന്റെ സ്പീഡ് കൂട്ടാൻ, ഇതിന്റെ സ്പീഡ് ഇരട്ടിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ മൈലിൻ ഷീത്ത് ആണ്. അതേപോലെ ഇതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഉള്ളിലൂടെ പോകുന്നത് എന്താണ്? ഇംപൾസ് എന്ന് പറയുന്നത് നിങ്ങൾ സങ്കല്പിക്കുക, അതൊരു ഒരു ഇലക്ട്രോണോ അല്ലെങ്കിൽ അതൊരു ഇലക്ട്രിക് കറന്റ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ അത് പുറത്തേക്ക് പോവാതിരിക്കാൻ അതായത് കറന്റ് എന്ന് പറയുന്നതിനെ ഒരു ഇൻസുലേറ്റർ പോലെ അല്ലെ, അതായത് ഈ കറന്റ് പോകുമ്പോൾ അതിന് ചുറ്റും നമ്മൾ വയറിന്റെ കോട്ടിംഗ് ഉള്ളത് പോലെ ആക്സോണിന് ചുറ്റും എന്താണ്? ഈ ആക്സോണിനുള്ളിലൂടെ ഈ ഒരു ഇംപൾസ് പോകുമ്പോൾ അതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് മൈലിൻ ഷീത്ത്. അതേപോലെ എക്സ്റ്റേണൽ ഷോക്കുകൾ എന്ന് പറയുമ്പോൾ വല്ല ആക്സിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. നാഡീവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും എന്നറിയാം നമുക്ക്. അതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോക്സിൽ നിന്നും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു ആക്സോണിനെ. അങ്ങനെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? നെർവസ് സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലെ മൈലിൻ ഷീത്ത് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആക്സോണ് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുന്നു, ഇംപൾസസിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു, അതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതേപോലെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും ആക്സോണിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരു ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റില്. അപ്പൊ ഞാനിത് ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ. ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. ഇനി ന്യൂറോണിലാണെങ്കിൽ ഒരു നെർവ് സെല്ലിൽ നമ്മൾ സാധാ ഒരു നെർവ് സെല്ല് പറയുകയാണെങ്കിൽ ഷ്വാൻ സെല്ലാണ് മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് അതിനെ പറ്റി പറഞ്ഞു, അത് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇനി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇംപൾസസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചർ തന്നെയാണ്. ഇതിൽ അത്ര ക്ലിയർ ഇല്ല, പക്ഷെ ടെക്സ്റ്റിൽ തന്നെ ഉള്ള അതേ തന്നെ പിക്ചർ തന്നെയാണ്. അതിൽ നോക്കിയാലും മതി. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇംപൾസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇംപൾസുകൾ ഒരു നെർവിലൂടെ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. കുറച്ചു പേർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ഇംപൾസ് ഉണ്ടാവുന്നത്? എങ്ങനെയായിരിക്കും ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇംപൾസ് എന്ന് പറയുന്നത് ഈ ഒരു നെർവിലൂടെ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്? അതിന്റെ ബാക്കിലുള്ള ഒരു മെക്കാനിസം എന്തായിരിക്കും എന്നുള്ളത് ചിലർക്കെങ്കിലും എന്തുണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം. The nervous system manages control and coordination through impulses അല്ലെ. ഒരു നെർവ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇംപൾസിനെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എന്താണ്? ഒരു നെർവസ് സിസ്റ്റം ആണ്. ഒരു ന്യൂറോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ, ഇതൊരു പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കും. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ പുറമെ എന്തായിരിക്കും? അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഉള്ളില് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. വെളിയില് പോസിറ്റീവും ഉള്ളിൽ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. അത് ചില അയോൺസ് ഉണ്ട്.
അയോൺസുകളിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ പുറമേ എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്ത് പോസിറ്റീവ്ലി ചാർജും ഉള്ളില് നെഗറ്റീവ്ലി ചാർജുമായിരിക്കും. ഇതാണ് ഒരു ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിചാരിക്കുക. ഇതിന്റെ പുറത്ത് എന്താണ്? പോസിറ്റീവ് ആണ്, ഉള്ളില് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഇമ്പൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പൾസ് ഫോം ചെയ്തു. ഇമ്പൾസ് എന്ന് പറയുന്നത് ഇതിലൂടെ കടന്നു പോകണം. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ ഇതിലൂടെ ഇമ്പൾസ് വന്നു. ഇങ്ങനെ ഇമ്പൾസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേഞ്ച് സംഭവിക്കും. ഈ പ്ലസ് ഇല്ലേ, അത് മൈനസ് ആവും. ഈ മൈനസ് പ്ലസ് ആവും. പിന്നെ ഇതിലൂടെ കടന്നുപോയി. അപ്പൊ തൊട്ടടുത്ത് മാറ്റം വരും. മൈനസ് ആവും, പ്ലസ് ആവും, മൈനസ് ആവും, പ്ലസ് ആവും, മൈനസ് ആവും, പ്ലസ് ആവും. ഇങ്ങനെ ഇമ്പൾസ് കടന്നു പോകുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടുത്തെ ചാർജ് ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. നേരെ തിരിച്ച് റിവേഴ്സ് ആവും. പക്ഷെ ഇമ്പൾസ് കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നോർമൽ ആവും. ഇപ്പൊ ഇമ്പൾസ് എന്ന് പറയുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാത്രം ആ ചാർജ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ബാക്ക് ടു നോർമൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഉള്ളിൽ എന്താവും? ഉള്ളിൽ പോസിറ്റീവ് ആവും, വെളിയിൽ നെഗറ്റീവ് ആയിട്ട് മാറും. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു മൊമെന്റർലി ചേഞ്ച് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ മൊമെന്റർലി ഉണ്ടാവുന്ന ഈ ചാർജിന്റെ വ്യത്യാസം അടുത്ത ഭാഗത്തെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസ് ഒരു ഇലക്ട്രിക് ചാർജ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോണിലൂടെ കടന്നു പോകുന്നു. ഒരു മെസ്സേജ് ആയിട്ട് ന്യൂറോണിലൂടെ ഈ ഒരു ചാർജ് ഡിഫറൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജ് പോലെ അത് കടന്നു പോവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്? ന്യൂറോണിലൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാവുന്നതും അതേപോലെ ആ ചാർജ് ഡിഫറൻസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഒരു വളരെ മൊമെന്റർലി ആണത്. വളരെ ഒരു കുറച്ചു നേരം മാത്രം വളരെ ക്യുക്കായിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണ്. പെട്ടെന്ന് തന്നെ പുറമെയുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ആവുകയും ഉള്ളിൽ എന്താവുന്നുണ്ട്? ഉള്ളില് പോസിറ്റീവ് ആവുകയും ചെയ്യുന്നു. ആ ഒരു ഇമ്പൾസ് കടന്നു പോകുന്ന സ്ഥലത്ത് മാത്രമാണ് ഇത് ഉണ്ടാവുന്നത്, ആ ചേഞ്ച്. ആ ഇമ്പൾസ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നോർമൽ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സിനാപ്സ്. ഇമ്പൾസ് ജനറേറ്റഡ് ഇൻ ദ റിസപ്റ്റർ സെൽ റീച്ച് ദ ബ്രെയിൻ. അല്ലെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് റിസപ്റ്റർ സെല്ലുകൾ അല്ലെ. ഒരു സെൻസ് ഓർഗൻസിൽ ഉണ്ടാവുന്ന റിസപ്റ്റേഴ്സിൽ നിന്നും ഇമ്പൾസ് ഉണ്ടാവുന്നത് ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിന് അത് മനസ്സിലാക്കുന്നു, അതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടാവുന്നു. ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇമ്പൾസ്, ഒരു ന്യൂറോണിൽ ഉണ്ടായിരിക്കുന്ന ഇമ്പൾസ് മറ്റൊരു ന്യൂറോണിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെല്ലുകളിലും എത്തണം. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സിനാപ്സ് ആണ്. സിനാപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ, ഇറ്റ്സ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ന്യൂറോൺ അല്ലെങ്കിൽ രണ്ട് ന്യൂറോണുകളുടെ ഇടയിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയാം? നമുക്ക് സിനാപ്സ് എന്ന് പറയാം. അപ്പോ ഒരു ഇമ്പൾസ്, റിസപ്റ്റർ സെല്ല് ഉണ്ടാക്കുന്ന ഇമ്പൾസ് ബ്രെയിനിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ബ്രെയിനിൽ എത്തണമെങ്കിൽ ഈ ഒരു ന്യൂറോണിൽ നിന്നും ആ ഒരു ഇമ്പൾസ് വേറൊരു ന്യൂറോണിലേക്കോ അല്ലെങ്കിൽ അത് വേറൊരു മസിൽ സെല്ലിലേക്കോ എന്തിലേക്കാണെങ്കിലും അതിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഒരു സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്ത്? ഒരു ഇറ്റ്സ് എ ഗ്യാപ്പ് ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ, ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കൊരു ചെറിയൊരു ഷോർട്ടസ്റ്റ് ഗ്യാപ്പ് ആണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നതിന് പറയുക. അപ്പൊ നമ്മളൊരു സിനാപ്സ് എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം ഒരു സിനാപ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സിനാപ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ ജംഗ്ഷൻ അല്ലെ. ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽ. ഒന്നില്ലെങ്കിൽ അത് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ആവാം.
ഇതിൽ ന്യൂറോൺ, നെർവ് സെൽ എന്നുള്ളത് അതായത് 2 ന്യൂറോൺസ് ആയിരിക്കാം. അത് 2 ന്യൂറോൺസ് തമ്മിലുള്ള ഇങ്ങനെ 2 ന്യൂറോൺസ് തമ്മിലുള്ളതായിരിക്കാം. 2 ന്യൂറോൺസ് തമ്മിലുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും മസിൽ സെല്ലും ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഗ്ലാൻഡുലർ സെല്ലുകൾ തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ആയിരിക്കാം സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്പൾസ് ഇമ്പൾസ് ആക്സോണിൽ നിന്നുള്ള ഇമ്പൾസ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു? ആ സിനാപ്റ്റിക് നോബിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സിനാപ്റ്റിക് നോബിൽ നിന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് എവിടേക്ക് കൊടുക്കുന്നു? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സ്പേസ് തന്നെയാണ്, ന്യൂറോൺസ് തമ്മിലുള്ള സ്പേസ് ആണ്. പക്ഷെ സിനാപ്സ് എന്ന് പറയുന്നത് കുറച്ച് വലിയ സ്പേസും സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്പേസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളിപ്പോ മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗമാണ്, ഒരു സ്പേസ് ബിറ്റ്വീൻ ദ 2 ന്യൂറോണിന്റെ ഇടയിലുള്ള ചെറിയൊരു പോർഷൻ ആണ് എന്ത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലഫ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബിൽ നിന്നും സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഇത് എന്ത് ചെയ്യുന്നു? ഇത് അടുത്ത ഭാഗത്തേക്ക് എവിടേക്കാണ് പോകുന്നത്? വേറൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്, അല്ലെ, ചെറിയ ബ്രാഞ്ച് ആയിട്ടുള്ള ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നു. അങ്ങനെ പുതിയ ഇമ്പൾസ് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഇമ്പൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടേക്ക് എത്തി അത് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് രണ്ടെണ്ണം പറയുന്നുണ്ട്. അസിറ്റൈൽ കൊളൈനും അതേപോലെ ഡോപ്പമിനും. ഡോപ്പമിൻ ആൻഡ് അസിറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പറയുന്നത്. അപ്പൊ ന്യൂറോണിലൂടെ ഒരു ഇമ്പൾസ് പാസ് ചെയ്യുന്നു. അത് ഡെൻഡ്രൈറ്റിലൂടെ ഡെൻഡ്രോണിൽ എത്തി, അവിടെ നിന്നും സെൽ ബോഡിയിൽ എത്തി, സെൽ ബോഡിയിൽ നിന്നും ആക്സോണിലൂടെ ആക്സോണൈറ്റിലേക്ക് എത്തുന്നു. ആക്സോണൈറ്റിൽ നിന്നും അത് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. സിനാപ്റ്റിക് നോബിൽ നിന്നും അത് സിനാപ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബിൽ നിന്നും പുറത്തേക്ക് വരികയും ആ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് ആ ഇമ്പൾസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്ര നേരം ഞാൻ പറഞ്ഞതിൽ നിന്നും ഇത് മനസ്സിലാവണം. അപ്പൊ പാർട്സ് പഠിച്ചപ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഇമ്പൾസിന്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ സിനാപ്സ് എന്ന് പറയുന്നത് ഇമ്പൾസിന്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിനാപ്സ് അതായത് ഈ ഒരു ഇമ്പൾസിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു സിനാപ്സ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ? നമ്മൾ ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞതാണ് ബിറ്റ്വീൻ 2 ന്യൂറോൺസോ അല്ലെങ്കിൽ ഒരു ന്യൂറോണോ മസിൽ സെല്ലോ അല്ലെങ്കിൽ ഒരു ന്യൂറോണോ ഗ്ലാൻഡുലർ സെല്ലോ ഇത് തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ആണ് എന്ത്? സിനാപ്സുകൾ എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ജംഗ്ഷൻ ആണ് സിനാപ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള 3 ടൈപ്പ് സിനാപ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. അപ്പൊ പലതരം ന്യൂറോണുകൾ ഉണ്ട്. നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, അതായത് ഇമ്പൾസിന്റെ ഡയറക്ഷൻ, അതിന്റെ ദിശ അനുസരിച്ച് ന്യൂറോൺസിനെ നമുക്ക് രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ന്യൂറോണും അതേപോലെ മോട്ടോർ ന്യൂറോണും എന്നാണ് ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂറോൺസിനെ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻസറി ന്യൂറോൺ എന്താണ് ചെയ്യുന്നത്? സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് ഇമ്പൾസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്നു. മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസിനെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. അപ്പൊ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത് ഇപ്പോ ഒരു സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ? സെൻസസിൽ നിന്നും സെൻസ് ഓർഗൻസിൽ നിന്നും കിട്ടുന്ന ഇമ്പൾസ് ആണ്. ഓക്കെ, മോട്ടോർ എന്ന് പറയുമ്പോൾ എന്താണ്? മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ
എന്താണ് ഫിസിക്കലി ആയിട്ട് ഫിസിക്കൽ ആക്ഷൻ ആണ് മോട്ടോർ ന്യൂറോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട്. അതായത് സെൻസറി ന്യൂറോണില് നിങ്ങളൊരു ചൂടുള്ള പാത്രം തൊടുക എന്തോ ചെയ്യുന്ന സമയത്ത് തൊടുന്നു എന്ന് വിചാരിക്കുക. അപ്പോ അവിടെ സെൻസ് ഓർഗനിൽ ഉണ്ടാവുന്ന റിസപ്റ്റേഴ്സ് അത് മനസ്സിലാക്കുന്നു, ആ സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്നു, അവിടെ നിന്ന് ഇമ്പൾസ് ഉണ്ടാവുന്നു. ആ ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺ അതാണ് സെൻസറി ന്യൂറോൺ. ആ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നതാണ് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത്. ഇനി ബ്രെയിനിലും സ്പൈനൽ കോഡിലും എത്തി, ഈ മെസ്സേജ് എത്തി, ഇനി തിരിച്ചു കൊണ്ടുപോകണമല്ലോ. തിരിച്ച് ഈ സന്ദേശം ബ്രെയിനിൽ നിന്നും ആ ഒരു ഇമ്പൾസ് റീച്ച് ചെയ്തു, അവിടെ നിന്ന് ബ്രെയിൻ തിരിച്ചൊരു മെസ്സേജ് കൊടുത്തു വിടുകയാണ്, കൈ പെട്ടെന്ന് തന്നെ മാറ്റണം, അത് ചൂടാണ് എന്ന് മെസ്സേജ് കൊടുക്കുകയാണ് തിരിച്ച്. അപ്പൊ ആ മെസ്സേജ് തിരിച്ച് കൊണ്ടുപോകുന്നത് ബ്രെയിനും സ്പൈനൽ കോഡിൽ നിന്നും തിരിച്ച് ബോഡിയുടെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇമ്പൾസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ന്യൂറോൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി കാണും, അത് ഫംഗ്ഷൻ അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പൾസിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ്. സോ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. അപ്പൊ അത് രണ്ടിനെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത്, അതെന്താണ് ചെയ്യുന്നത്, ഇമ്പൾസ് എങ്ങടാണ് ട്രാവൽ ചെയ്യുന്നത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഈ നെർവ്സ് എന്ന് പറയുന്നത് കവർ ചെയ്തിട്ടുണ്ട്. അത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നെർവ്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്സോണിന്റെ ഒരു ഗ്രൂപ്പ് ആണ്. അതൊരു കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പൊ ആക്സോണിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്, നെർവ്സ് എന്ന് പറയുന്നത് ആക്സോണുകളുടെ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ക്രോസ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഒരു ന്യൂറോൺ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലെ, ഒരു ആക്സോണിന്റെ കാണാലോ. ആക്സോണുകൾ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കണക്റ്റീവ് കൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണക്റ്റീവ് കൊണ്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു നെർവ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് നെർവ്സ്, അതിന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ടൈപ്സ് ഓഫ് നെർവ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നെർവ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മുൻപ് പറഞ്ഞതിൽ നിന്നും ഒന്ന് കൂടുതലുണ്ട്. ഇവിടെ സെൻസറി നെർവ്സ് എന്ന് പറയുന്നത് എന്താണ്, സെൻസറി നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൻസറി നെർവ്സ്. അതെന്താ ചെയ്യുന്നത്, അപ്പോഴേ പറഞ്ഞ കാര്യം തന്നെ, ഇമ്പൾസ് പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അതായത് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിൽ സ്പൈനൽ കോഡിൽ നിന്നും, അതായത് ക്യാരി ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പൊ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെ, പല ഭാഗങ്ങളിൽ നിന്നും. ഇപ്പൊ നിങ്ങൾ കൈയാണ് പെട്ടെന്ന് ചൂടിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ നിന്നുമുള്ള ഇമ്പൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. ഇനി അവിടെ നിന്നും തിരിച്ച് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്നും പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ആരാണ്, മോട്ടോർ ന്യൂറോൺ ആണ്. ആ മോട്ടോർ ന്യൂറോൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, മോട്ടോർ നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ് മോട്ടോർ ന്യൂറോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മോട്ടോർ ന്യൂറോൺ ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്, മിക്സ്ഡ് നെർവ് ആണ്. അത് സെൻസറിയും മോട്ടോർ നെർവ് ഫൈബേഴ്സും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഇമ്പൾസ് ക്യാരി ചെയ്യും. അതായത് സെൻസറി നെർവ്സിന്റെ ഫംഗ്ഷനും ചെയ്യും, മോട്ടോർ നെർവിന്റെ ഫംഗ്ഷനും ചെയ്യും. അത് ആലോചിച്ചാൽ മതി. സെൻസറിന്റെയും മോട്ടറിന്റെയും ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ആരാണോ അതാണ് മിക്സ്ഡ് നെർവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് നെർവ്സ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫംഗ്ഷൻ, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്. ഇത് മൂന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം പറഞ്ഞതാണ് ഓൾറെഡി അല്ലെ. അപ്പൊ ഇത്ര നേരം നമ്മൾ നെർവ്സിനെ പറ്റി, ന്യൂറോൺ പറഞ്ഞു അല്ലെ, ടൈപ്സ് ഓഫ് നെർവ്സ് പറഞ്ഞു, ന്യൂറോണിന്റെ സിനാപ്സ്, ആ ജംഗ്ഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് നെർവസ് സിസ്റ്റം എന്താന്ന് നോക്കാം. ഇത്ര നേരം നമ്മൾ നെർവ്സ് എന്നാണ് കേട്ടുകൊണ്ടിരുന്നത് അല്ലെ, അല്ലെങ്കിൽ ന്യൂറോൺ, നെർവ് സെൽ എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ആ വ്യവസ്ഥ,
അല്ലെ, നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നോക്കാം. എന്താണ് നെർവ് സിസ്റ്റം? നെർവ് സിസ്റ്റത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കാം. രണ്ട് ഭാഗമാണ് നെർവ് സിസ്റ്റത്തിൽ കാണാനായിട്ട് പറ്റുക. ഒന്ന് സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയും. സെൻട്രൽ നെർവ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മെയിൻ റോൾ ഉള്ള ഒരു മേജർ റോൾ ഉള്ള ഒരാളായിരിക്കും അല്ലെ, സെൻട്രൽ പാർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാം. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇവിടെ അത് മെയിൻ ആയിട്ട് ഒരു സെൻട്രൽ നെർവ് സിസ്റ്റത്തിലുള്ളത് ആരാണ്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലുള്ളത്. സോ സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ഉള്ളത്. ഇനി പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞ എന്താണ്? പെരിഫറൽ അല്ലെ, പുറത്തേക്ക്. അപ്പൊ അതിൽ നിന്നും, അതായത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും കുറെ അധികം നെർവ്സ് വരുന്നുണ്ട്. ബ്രെയിനിൽ നിന്നും വരുന്ന നെർവ്സിനെ നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള നെർവ്സിനെ സ്പൈനൽ നെർവ്സും എന്നാണ് പറയാ. അപ്പൊ ഈ ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ഇല്ലേ, അതിനെയാണ് നമ്മൾ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയുക. അപ്പൊ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് 12 പെയറും സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് 31 പെയറുമാണ് ഉള്ളത്. സോ ക്രേനിയൽ നെർവ്സ്, അതേപോലെ ക്രേനിയലും അതേപോലെ സ്പൈനലും. ഓക്കെ, ക്രേനിയലും അതേപോലെ സ്പൈനലും ആണ് എന്ത്? പെരിഫറി നെർവ് സിസ്റ്റത്തിൽ വരിക. ക്രേനിയൽ ആണെങ്കിൽ 12 ജോഡിയാണ്. ഓക്കെ, ക്രേനിയൽ ആണെങ്കിൽ 12ഉം സ്പൈനൽ ആണെങ്കിൽ 31 ആണ്. സ്പൈനൽ 31ഉം ക്രേനിയൽ 12ഉമാണ് ഉള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കൺസെപ്റ്റ് മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. പെരിഫറൽ നെർവ് സിസ്റ്റത്തില് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ഉണ്ട്. ക്രേനിയൽ നെർവ്സ് 12 എണ്ണവും സ്പൈനൽ നെർവ്സ് 31 എണ്ണവുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഉള്ളത് ബ്രെയിൻ ആണ്. ഞാനിപ്പോ ബ്രെയിൻ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ കുറച്ചധികം അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബ്രെയിനും അതേപോലെ സ്പൈനൽ കോഡ്, അതേപോലെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതിലൊരു ഇമ്പൾസിന്റെ ഒരു പാത്ത് വേയും കൂടി പഠിക്കാനുണ്ട്. ഒരു റിഫ്ലക്സ് ആക്ഷനിലുള്ള ഇമ്പൾസിന്റെ പാത്ത് വേ പഠിക്കണം. പിന്നെ പഠിക്കാത്രേ ഉള്ളൂ. പിന്നെ ഒരു ഓട്ടോണോമസ് നെർവ് സിസ്റ്റവും പഠിക്കാനുണ്ട്. ഓട്ടോണോമസ് നെർവ് സിസ്റ്റവും പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെയിനും ഈ കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ആ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? നമ്മളൊരു നെർവ് സെല്ലിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് അല്ലെ. ഒരു നെർവ് സെൽ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നും, അല്ലെങ്കിൽ സ്റ്റിമുലൈ തൊട്ട് തുടങ്ങിയതാണ്. സ്റ്റിമുലൈ എന്താണെന്ന് പറഞ്ഞു, അത് സെൻസ് ഓർഗൻസിൽ നിന്നും ഒരു എന്താണ്, ഒരു സ്റ്റിമുലൈ എന്ന് പറയുന്ന സംഭവം സെൻസ് ഓർഗൻസിന്റെ റിസപ്റ്റേഴ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ വഹിക്കുകയും അത് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഇമ്പൾസുകളാണ് എന്ത് ചെയ്യുന്നത്, നെർവ്സിലൂടെ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് അഡ്ജസന്റ് ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ പാസ് ചെയ്തിട്ട് അത് എവിടേക്ക് എത്തുന്നു? ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. അത് കൊണ്ടുപോകുന്ന ന്യൂറോൺസ് സെൻസറി ന്യൂറോൺസ് ആണെന്ന് നമ്മൾ പഠിച്ചു. ആ സെൻസറി ന്യൂറോൺസ് ഈ ഇമ്പൾസ് കൊണ്ടുപോയി അത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. ആ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇത് തിരിച്ചറിയുകയും അവിടെ നിന്ന് തിരിച്ചൊരു മെസ്സേജ് വരികയും അത് മോട്ടോർ ന്യൂറോണുകൾ ക്യാരി ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചൂടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ കൈയിനെ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇത് കോർഡിനേറ്റ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നാഡീ വ്യവസ്ഥയാണ് ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം നെർവസ് സിസ്റ്റം ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ ന്യൂറോണും
ന്യൂറോണിന്റെ ഭാഗങ്ങൾ അല്ലെ. ഡെൻഡ്രൈറ്റ് ഉണ്ട്, പിന്നെ ഡെൻഡ്രോൺ ഉണ്ട്, പിന്നെ അതിന്റെ ഡെൻഡ്രോണിന്റെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു. പിന്നെ സെൽ ബോഡി നമ്മൾ പറഞ്ഞു അല്ലെ, സെൽ ബോഡി ഉണ്ട്, അതിൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, വേറെ ഏത് സെല്ല് പോലെ തന്നെ ഇതിനും എന്താണ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സെൽ ബോഡി ഉണ്ട്. അതിനുശേഷം ഏറ്റവും ലോങ്ങസ്റ്റ് ഫിലമെന്റ് ഇൻ ദ ന്യൂറോൺ അല്ലെങ്കിൽ ന്യൂസെല്ലിലെ ലോങ്ങസ്റ്റ് ഫിലമെന്റ് ആണ് എന്ത്, ആക്സോൺ എന്ന് പറയുന്നത്. ആ ആക്സോണിന് ആക്സോണൈറ്റുകൾ ഉണ്ട്. ആ ആക്സോണൈറ്റിന്റെ അറ്റത്തായിട്ട് കാണുന്ന നോബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അല്ലെ. ആ സിനാപ്റ്റിക് നോബ് ആണ്, അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അത് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നു ഇമ്പൾസ് അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്. ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് തൊട്ടടുത്ത ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് പോവുകയും അങ്ങനെ ഇമ്പൾസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ആക്സോണെ ചുറ്റിയിട്ട് എന്തുണ്ട്, ആക്സോണെ ചുറ്റിയിട്ട് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന അല്ലെ, ഷ്വാൻ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ അതിന് എന്താ പറയാ, ആ ഒരു ആക്സോണ് ചുറ്റിയിട്ട് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ലിപ്പിഡിന്റെ ഒരു മെംബ്രെയിൻ ആണ്. അതിന് നല്ല വൈറ്റ് ഒരു എന്താണ്, ഒരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. ഒരു തിളക്കമുള്ള ഒരു വെള്ള നിറം അല്ലെ, ഒരു ഷൈനി വൈറ്റ് കളറാണ് അതിന് ഉണ്ടാവുക. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജൻ കൊടുക്കുക ആക്സോണിന്, ന്യൂട്രോൺസ് കൊടുക്കുക അല്ലെ, അതേപോലെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും ആക്സോണിന് പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മൈലിൻ ഷീത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറയുക, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഒരു ആക്സോണിന്റെ ഭാഗത്തിന് നമ്മൾ നോഡ് ഓഫ് റൺവെയർ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ ന്യൂറോണെ പറ്റി പറഞ്ഞു. പിന്നെ ഓരോന്നും നമ്മൾ നോക്കി. പിന്നെ മൈലിൻ ഷീത്തിനെ പറ്റിയിട്ടും പറഞ്ഞു. മൈലിൻ ഷീത്ത് ഇല്ല, അതായത് മൈലിൻ ഷീത്ത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് നെർവ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് എന്നുള്ളതും നമ്മൾ പറയുകയുണ്ടായി. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അല്ലെ, ഇമ്പൾസ് എങ്ങനെയാണ് ഒരു ന്യൂറോണിലൂടെ പോകുന്നത്, ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് പാസ് ചെയ്യുന്നത് അതിന്റെ ഒരു ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമാണ്. ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെന്റില് അവിടുത്തെ ഉള്ളിലുള്ള ചാർജ് പോസിറ്റീവ് ആവുകയും പുറമേയുള്ള ചാർജ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ചാർജുകൾ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇലക്ട്രിക് ചാർജുകൾ പോലെ ഇമ്പൾസ് ആ ഒരു ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സിനാപ്സ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ടു ന്യൂറോൺസ്, അല്ലെങ്കിൽ ഒരു ന്യൂറോണോ മസിൽ സെല്ലോ അല്ലെങ്കിൽ ഒരു ന്യൂറോണോ ഗ്ലാൻഡുലർ സെല്ലോ എന്നുള്ളതും പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ അല്ലെ, സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ എന്താണ് ചെയ്യുന്നത്, മോട്ടോർ ന്യൂറോൺ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഒരു ന്യൂറോണിന്റെ ഒരു ചിത്രം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ പിന്നെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പറഞ്ഞപ്പോ 3 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. പിന്നെ നെർവ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. ഇനി നമുക്ക് ബ്രെയിൻ ആണ് ഇനി പഠിക്കാനുള്ളത്, ബ്രെയിൻ ആണ്. പിന്നെ പാർട്സ് ഓഫ് ബ്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, തലാമസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി. പിന്നെ സ്പൈനൽ കോഡ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ബ്രെയിനും അതിനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.